കർഷക ക്ഷേമനിധി സർക്കാർ വലിയ പ്രഖ്യാപനങ്ങളാണ് നടത്തിയിരുന്നത്. പെൻഷനും മറ്റാനുകൂല്യങ്ങളും ഒക്കെ വളരെ മറ്റ് ക്ഷേമനിധിയിൽ നിന്ന് വ്യത്യസ്തമായി വളരെ നല്ല ഓഫറാണ് ഗവൺമെൻറ് മുന്നോട്ട് വെച്ചത്. പക്ഷേ ഇതുവരെ കർഷക ക്ഷേമനിധിയിൽ 20,000 കർഷകർ മാത്രമാണ് അംഗങ്ങളായിട്ടുള്ളൂ. ഈ കർഷക ക്ഷേമനിധി ഫലപ്രദമായി നടപ്പാക്കുന്നതിന് എന്താണ് തടസ്സം, എന്ന് മുതൽ ഇത് നടപ്പാക്കും എന്ന് വ്യക്തമാക്കും? സർ, ഇക്കാര്യത്തിനകത്ത് ക്ഷേമനിധിയുമായി ബന്ധപ്പെട്ട ആനുകൂല്യങ്ങൾ നിശ്ചയിക്കുന്നതിലൊരു ചില ചർച്ചകൾ, ചില അഭിപ്രായങ്ങൾ എല്ലാം ഉയർന്നിട്ടുണ്ട്. ഇതിനാവശ്യമായ വരുമാനം കണ്ടെത്തുന്നതിനെക്കുറിച്ച് നമ്മൾ നേരത്തെ വിഭാവനം ചെയ്ത് അതേ രീതിയിൽ മുമ്പോട്ട് പോകാൻ കഴിയാതെ വന്നു. GSTയുടെയും മറ്റും വന്നതോടുകൂടി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് കാർഷിക ഉൽപ്പന്നങ്ങൾ വിപണനം നടത്തുമ്പോൾ ഉണ്ടാകുന്ന 1% ഇതിലേക്ക് വരിക എന്നൊക്കെയുള്ളത് അതേ അർത്ഥത്തിൽ സമാഹരിക്കുക എന്നത് പ്രയാസമായി മാറി. അതുകൊണ്ട് വിഭവ സമാഹരണത്തിൻ്റെ മറ്റ് വഴികൾ തേടി നടപ്പിലാക്കുന്ന പ്രപ്പോസൽ കൃഷി വകുപ്പ് അത് സമർപ്പിച്ചിട്ടുണ്ട്. ധനകാര്യ വകുപ്പിൻ്റെ പരിശോധനയിലാണ്. നേരത്തെ പ്രഖ്യാപിച്ച രീതിയിൽ നിന്നൊരു മാറ്റവും ഉണ്ടാവില്ല. കർഷകർക്ക് മെച്ചപ്പെട്ട ആനുകൂല്യങ്ങൾ ഇതിൻ്റെ ഭാഗമായി നൽകുന്ന തരത്തിൽ കർഷക ക്ഷേമനിധി ബോർഡ് അതിൻ്റെ പെൻഷൻ സംവിധാനം ഫലപ്രദമായി നടപ്പിലാക്കുക തന്നെ ചെയ്യും.